ഇത്രയും ആൾക്കാരെ കോമൺ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം വെള്ളമാണ് ഇവിടെ. അപ്പം എൻ്റെ പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെള്ളം തന്നെയാണ് ഇഷ്യൂ. നമുക്ക് ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയിൽ ആർഒ പ്ലാന്റ് ഇല്ല, അതൊരു ഫാക്റ്റാണ്. ആർഒ പ്ലാന്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാനുള്ള അപ്രൂവൽസ് എല്ലാം നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ PCBയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും ഓക്കെയാണ്. ഇനി അതിവിടെ സെറ്റപ്പ് ചെയ്യേണ്ട ഇവിടുത്തെ അസോസിയേഷനിലെ ആൾക്കാരാണ്. അപ്പോൾ അതൊരു സ്നെയിൽ പേസിലാണ് മൂവ് ചെയ്യുന്നത്. അതൊരു പ്രോബ്ലമാണ്. പിന്നെ ആർഒ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇത് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടേക്കാം. അപ്പം നമ്മൾ ഫുൾ ഓൺ ഈ ടാങ്കർ വാട്ടറിലാണ് ഇപ്പോൾ റിലേ ചെയ്യണേ. നമ്മുടെ ഒരു പ്രൈമറി പ്രോബ്ലം നമുക്ക് ബോർവെല്ലുണ്ട്, നമുക്ക് കിണറുണ്ട്, പിന്നെ KWയുടെ വെള്ളമുണ്ട്. ഇതാണ് നമ്മുടെ സോഴ്സസ് ഓഫ് വാട്ടർ. TDS ഭയങ്കര ഹൈ ആണ് നമ്മുടെ ബോർവെല്ലിൽ. ചില ബോറിൽ 2000 വരെയൊക്കെ TDS പോകും. അത് പോർട്ടബിൾ വാട്ടർ അല്ല. നമുക്ക് മിനിമം TDS ഒരു 100 താഴെയൊക്കെ ഉണ്ടെങ്കിലാണ് കുടിക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. സോ അതിനും ഒരു ക്ലാരിറ്റി ഇല്ല. പലരും പല അഭിപ്രായം പറഞ്ഞു. ചിലർ 100 പറയും, ചിലർ 200 പറയും. അപ്പോൾ ഈ രോഗവ്യാപനം ഉണ്ടായ സമയത്ത് കൃത്യമായ ഇടപെടൽ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം റീസെന്റ്, അതായത് മെനഞ്ഞാന്ന് മുതൽ എല്ലാവരും വിജിലന്റ് ആണ്. നമുക്ക് ഇന്നലെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. 3 ഹോസ്പിറ്റലിൽ നിന്ന്, അതായത് ആസം മെഡിസിറ്റിയിൽ നിന്ന്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്ന്, ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡോക്ടേഴ്സ് ഇവിടെ വന്ന് രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്. ഏതാണ്ടൊരു 200ഓളം പേര് ഇവിടെ ഇന്നലെ മാത്രം ഇവിടെ ചികിത്സ തേടിയിട്ടുണ്ട്. അത് കുട്ടികളും എൽഡേഴ്സും അടക്കം പ്രായമുള്ളവർ. ചില ആൾക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ചിലർ അവിടെ വെച്ച് തന്നെ ഭയങ്കര ബോധരഹിതരാകുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ വരെ ഇന്നലെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഈ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ ഈ സംഭവം ഉണ്ടായ ശേഷം ഈ 29-ാം തീയതി ഒരു റിപ്പോർട്ട് വന്നു. ഇത് പൂഴ്ത്തി വെച്ചു എന്നൊരു ആരോപണം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം എന്താണ് അതിന്റെ റിയാലിറ്റി? ആ റിപ്പോർട്ട് നിങ്ങൾ കണ്ടാൽ 25-നാണ് അത് വെള്ളം എടുത്തേക്കുന്നത് അനാലിസിസ് ചെയ്യാൻ. 28-ാം തീയതി അത് അനാലിസിസ് കഴിഞ്ഞ് 29-ന് റിപ്പോർട്ട് ഇഷ്യൂ ആയി എന്നാണ് ആ റിപ്പോർട്ടിൽ പറയണത്. ബട്ട് ഒന്നെങ്കിൽ ലാബുകാർ അത് ഡിലേ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷൻകാർ അത് പബ്ലിഷ് ചെയ്യാൻ ഡിലേ ചെയ്തു. രണ്ടിലേതോ ഒരു പ്രശ്നമുണ്ട്. അത് സർക്കാരിന് ആരാന്ന് വെച്ചാൽ അവർ എൻക്വയറി ചെയ്ത് കണ്ടുപിടിക്കണം. നമ്മുടെ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറയുന്നത് നമുക്ക് ആ റിപ്പോർട്ട് കിട്ടാൻ വൈകി എന്നുള്ളതാണ് അസോസിയേഷൻ പറയണത്. ആ റിപ്പോർട്ട് 29-ന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്. പിന്നെ ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കിലെയാണ്. ഡയറക്റ്റ് സമ്പിലെ റിപ്പോർട്ടാണ്. അത് ഡയറക്റ്റ് കൺസംഷന് പോകുന്ന വെള്ളമല്ല. ആ വെള്ളം സമ്പിൽ നിന്ന് പിന്നെ 2-3 ലെവൽ ഫിൽറ്ററിംഗ് കഴിഞ്ഞിട്ടാണ് ഓവർ ടാങ്കിലേക്ക് പോകുന്നത്.